ഒരു കഥ പറയട്ടെ. പണ്ടൊരാള് മീൻ പിടിക്കാൻ പോയതാ. അച്ഛനും മോനും കൂടെ മീൻ പിടിക്കാൻ പോയി. അച്ഛനും മോനും കൂടെ മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ വലയിട്ടിട്ടേ ഇങ്ങനെ വലിച്ചപ്പോ എന്തോ ഒരു കുടുങ്ങി വലിയ മീൻ. അങ്ങനെ അച്ഛൻ മോനോട് പറഞ്ഞു, മോനെ ഒരു വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്, അമ്മയോടെ പോയി പറയാൻ പറഞ്ഞു. വലിച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുമല്ലോ, വെള്ളത്തിൽ കിടക്കരുത്, ചൂണ്ടൊക്കെ പിടിച്ചു വലിച്ച് ഇല്ല അമരത്തിൽ മമ്മൂട്ടി പിടിക്കുന്നുണ്ട്, 6 ദിവസമൊക്കെ എടുക്കും. വലിയ മീനില്ലേ കുടുങ്ങി. അങ്ങനെ മോൻ പോയി അമ്മയോടെ പറഞ്ഞു, അമ്മ അച്ഛന് വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഒരു ഐഡിയ, ആർക്കും കൊടുക്കാതിരിക്കാൻ ഒരു ഐഡിയ. അമ്മ എന്താന്ന് വെച്ചാല് മുഖത്ത് കുറച്ച് കരിയൊക്കെ പുരട്ടിയിട്ട് റോഡ് സൈഡിൽ ഇറങ്ങി നിന്നിട്ട് വീടിന്റെ മുമ്പില്. അപ്പൊ അപ്പുറത്തെ വീട്ടുകാർ ചോദിച്ചു, എന്തുവാടി കരിയൊക്കെ പുരട്ടിയിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നേ? അപ്പൊ പറഞ്ഞു, നിനക്ക് എന്തുവാടി എന്റെ മുഖത്തല്ലേ കരി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുകൂടി. അങ്ങനെ വഴക്കുകൂടി ഒരു വീട്ടുകാരുണ്ടല്ലോ, 4 വശത്തുള്ള വീട്ടുകാരുടെ മൊത്തവും വഴക്കുകൂടി. അപ്പൊ ഇച്ചിരി മീൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. കൊറേ നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തെ ഇവര് മുളകൊക്കെ അരിച്ചിട്ടിരിക്കാം മീൻ പൊരിക്കാൻ. സംഭവം മീനല്ലായിരുന്നു കുരുങ്ങിയത്, വേരി കുരുങ്ങിയത്. അങ്ങനെ വേരി കുരുങ്ങിട്ട് അയാൾ മറിഞ്ഞു വീണ് വള്ളി പിടിച്ച് വലിച്ചു പൊട്ടിച്ച് നടുവൊക്കെ വിളുക്കി ഇങ്ങനെ നടന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കട്ടൻ ചായ പോലും ഇല്ല. അയലത്തെ വീട്ടിൽ നിന്ന് ഒരു ചായക്കുള്ള തേയില പോലും മേടിക്കാൻ വയ്യാത്ത സ്വഭാവത്തിനാക്കി വെച്ചു. അതുപോലെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന മുതൽ കണ്ടിട്ടേ ചില ആൾക്കാര് തൊട്ട് ചുറ്റുവട്ടത്തും കിടക്കുന്നവരുടെ വഴക്കൊക്കെ കൂടി വെക്കും. അപ്പൊ അതൊട്ടും ശരിയല്ല. നമ്മളെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഒരു സാധനം നമ്മളതാവത്തുള്ളൂ. മാത്രമല്ല കിട്ടിയ ആർക്കെങ്കിലും കൊടുക്കാൻ വേണം, മനസ്സിലായ? അതാണ് ഗുണപാഠം.